നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. 86-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാം വാക്യം നാം വായിക്കുമ്പോൾ, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം എനിക്ക് തരയണമേ. സങ്കീർത്തനക്കാരനായ ദാവീദ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു, തൻ്റെ ജീവിതത്തിൽ പകയ്ക്കുന്നവർ തൻ്റെ ചുറ്റും നിൽക്കുകയാണ്. പകയ്ക്കുന്നവരുടെ നടുവിൽ താനും പകച്ചു പോകാമായിരുന്നു. പക്ഷേ പകയ്ക്കുന്നവരുടെ നടുവിൽ ലജ്ജിപ്പിക്കാതെ തല ഉയർത്തി നിൽക്കുവാൻ തക്കവണ്ണം തന്നെ പ്രാപ്തനാക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള അറിവ് തനിക്കുണ്ടായിരുന്നത് കൊണ്ട് ആ ദൈവത്തിങ്കിലേക്ക് താൻ കണ്ണുയർത്തി പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നീ നന്മയ്ക്കായി ഒരടയാളം എനിക്ക് വേണ്ടി ചെയ്യണം. നാം തിരുവെഴുത്ത് വായിക്കുമ്പോൾ ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിൽ ഹന്നയെക്കുറിച്ച് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹന്നയുടെ ജീവിതത്തിൽ ഏത് വിധത്തിൽ നോക്കിയാലും പകയ്ക്കുന്നവരാണ് തൻ്റെ ചുറ്റുപാടുമുള്ളത്. താൻ മക്കളില്ലാത്തവളായി വേദനയോടെ കഴിയുമ്പോൾ പലരുടെയും വാക്കുകൾ തൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു, ദുഃഖിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാനിന്ന് പകൽ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ കത്തിയേക്കാൾ മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് ഹൃദയത്തിന് ആഴമേറിയ മുറിവുകൾ സംഭവിച്ച സാഹചര്യം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. നമ്മെ പകയ്ക്കുന്നവർ നമ്മുടെ ചുറ്റും നിൽക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരത്ഭുതം ചെയ്യും എന്ന് നമുക്ക് വിശ്വസിപ്പാനായിട്ട് കഴിയണം. ആ അത്ഭുതം ചെയ്യുന്ന ദൈവമുഖത്തേക്ക് നോക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരണം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശു കർത്താവ് ഗദരദേശത്തേക്ക് പോകുന്നത് ഈ ഒരൊറ്റ മനുഷ്യനെ മാത്രം അന്വേഷിച്ചുകൊണ്ടായിരുന്നു. ആ മനുഷ്യൻ കിടക്കുന്നത് അവൻ കല്ലറയിലാണ്. അവൻ്റെ ജീവിതം നശിച്ചിരിക്കുന്നു. മറ്റുള്ള മുമ്പിൽ അവനൊരു ചോദ്യചിഹ്നമായി തീരുന്നു. രക്ഷിക്കുവാൻ, സഹായിപ്പാൻ ആരുമില്ലാത്ത ഒരു സാഹചര്യം. പക്ഷേ കർത്താവ് അവനെ തേടി ആ ദേശത്ത് ചെന്ന് അവനെ സൗഖ്യമാക്കിയ, അവന് ഒരു ജീവിതം നൽകിക്കൊടുത്ത അനുഭവം നമുക്ക് മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധ്യമായി തീരുന്നുണ്ട്. പലപ്പോഴും ജീവിതത്തിൽ വേദനകളുടെ നടുവിലൂടെ നാം കടന്നു പോകുമ്പോൾ സഹായിപ്പാൻ ആരുമില്ല എന്ന ചിന്ത നമ്മെ വല്ലാതെ അലട്ടുമ്പോൾ നിശ്ചയമായും പകയ്ക്കുന്നവരുടെ നടുവിൽ നമ്മെ തല ഉയർത്തി നിൽക്കുവാൻ പ്രാപ്തനാക്കുന്ന ആ ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കാം. ഇന്ന് പകൽ നമ്മുടെ കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. ചുറ്റുപാട് ഞങ്ങളെ പകയ്ക്കുന്നവരാണുള്ളത്. എന്നാൽ പകയ്ക്കുന്നവരുടെ നടുവിൽ കർത്താവേ, അവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഈ കേൾവിക്കാർക്ക് ഒരു അത്ഭുതം അങ്ങ് ചെയ്യണം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. God bless you. Have a nice day.